ഡീമൺ സ്ലെയറിൽ 3 പേരാണ് മാർക്ക് യൂസ് ചെയ്തിട്ട് 25 വയസ്സിനപ്പുറം ജീവിച്ചിരുന്നിട്ടുള്ളത്. ആരൊക്കെയെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ ആള് നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ യൊരീച്ചയാണ്. മറ്റുള്ള ഡീമൺ സ്ലേയേഴ്സിൽ നിന്ന് വ്യത്യസ്തമായി യൊരീച്ചയ്ക്ക് ഈ മാർക്ക് ജന്മനാ ലഭിച്ചതാണ്. അതുകൊണ്ട് തന്നെ അസാമാന്യ കരുത്തും വേഗതയും ചെറുപ്പം മുതലേ യൊരീച്ചയ്ക്കുണ്ടായിരുന്നു. ഡീമൺ കിങ് ആയ മുസാൻ ഒരു മനുഷ്യനെ അത്രമേൽ ഭയപ്പെടുന്നുണ്ടെങ്കിൽ അത് യൊരീച്ചിനെയാണ്. ഇതുകൊണ്ടൊക്കെ തന്നെ ഡീമൺ സ്ലെയറിന്റെ സ്ട്രോങ്ങസ്റ്റ് ക്യാരക്ടറായിട്ടാണ് യൊരീച്ചി അറിയപ്പെടുന്നത്. ഡീമൺ സ്ലെയർ മാർക്ക് യൂസ് ചെയ്ത യൊരീച്ചി മരണപ്പെടുമ്പോൾ 85 വയസ്സായിരുന്നു പ്രായം. രണ്ടാമതുള്ളത് കോക്കുഷിബോ ആണ്. മനുഷ്യനായിരുന്ന സമയത്തെ മാർക്ക് യൂസ് ചെയ്ത ആളാണ് കോക്കുഷിബോ. പിന്നീട് ഡീമൺ ആയതിനു ശേഷം ഏകദേശം 400 വർഷത്തോളം കോക്കുഷിബോ ജീവിച്ചു. ഒരു തിയറി പറയുന്നത് കോക്കുഷിബോ ഡീമൺ ആകുന്ന സമയത്ത് 24 വയസ്സായിരുന്നു പ്രായം. തന്റെ കൂടെയുള്ളവർ ഡീമൺ സ്ലെയർ മാർക്ക് യൂസ് ചെയ്ത് 25 വയസ്സിനപ്പുറം മരണപ്പെടുന്നത് കണ്ടിട്ടാണ് കോക്കുഷിബോ ഡീമൺ ആകാൻ തീരുമാനിച്ചത്. കാരണം ഡീമൺസ് എല്ലാം ഇമ്മോർട്ടൽ ആണ്, അവർക്ക് പ്രായം വർദ്ധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ മാർക്ക് യൂസ് ചെയ്തുകൊണ്ട് കോക്കുഷിബോക്ക് വളരെ കാലം ജീവിക്കാൻ പറ്റി. ഈ ഒരു തിയറിയോട് നിങ്ങൾ യോജിക്കുന്നുണ്ട് എങ്കിൽ താഴെ കമന്റ് ചെയ്യാം. ഇനി അവസാനമായുള്ളത് ഗ്യോമയാണ്. സ്റ്റോൺ ഹാഷറായ ഗ്യോമെ ഡീമൺ സ്ലെയർ മാർക്ക് അൺലോക്ക് ചെയ്യുന്ന സമയത്ത് 27 വയസ്സായിരുന്നു പ്രായം. അതായത് മാർക്ക് യൂസ് ചെയ്യുന്ന സമയം ഗ്യോമയ്ക്ക് 25 വയസ്സിനേക്കാൾ പ്രായമുണ്ടെന്ന് അർത്ഥം. പക്ഷേ ദൗർഭാഗ്യവശാൽ മാർക്ക് അൺലോക്ക് ചെയ്ത് മണിക്കൂറുകൾക്കകം ഗ്യോമെ മരണപ്പെടുകയുണ്ടായി. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഗൈസ്? താഴെ കമന്റ് ചെയ്യാം. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയ ഫാക്ട്സ് അറിയാനായി നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ കൂടി ചെയ്യാം.